Hi guys, welcome back to a new video. This is the second video of the scholarship jacket written by Martha Salinas. 10th standard English textbookile The Scholarship Jacket എന്ന ലെസന്റെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണുക. So in the first video we had seen that Martha is the central character of this story and she was a student in Texas school. Texas സ്കൂളിൽ പഠിക്കുന്ന മാർത്ത സെലിനാസ് എന്ന പെൺകുട്ടിയുടെ കഥയാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ടെക്സാസ് സ്കൂളിൽ ഫസ്റ്റ് ഗ്രേഡ് മുതൽ 8th ഗ്രേഡ് വരെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി വരുന്ന കുട്ടിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായിരുന്നു സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 7th വരെ എല്ലാ വർഷവും എ ഗ്രേഡ് നേടിയിട്ടുള്ള മാർത്ത ഈ വർഷം തന്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിന്റെ സമയത്ത് തന്റെ PE ഷോർട്സ് എടുക്കാൻ വേണ്ടി ക്ലാസ് റൂമിലോട്ട് പോകുന്ന മാർത്ത ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളത്. Let us continue the lesson. I was almost back at my classroom door when I heard voices raised in anger, as if in some sort of argument. I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what to do. I needed those shorts and I was going to be late. But I didn't want to interrupt an argument between my teachers. Martha says she was back to her classroom door. Then she happened to listen to voices raised in anger, as if in some sort of argument. തന്റെ PE ഷോർട്സ് എടുക്കാൻ വേണ്ടി ക്ലാസ് റൂമിനടുത്തെത്തിയ മാർത്ത ക്ലാസ് റൂമിൽ നിന്നും വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടതിനെ തുടർന്ന് she happened to listen to voices raised in anger, as if in some sort of argument. രണ്ടുപേർ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ്, ഒരു വാദപ്രതിവാദം പോലെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് മാർത്ത കേൾക്കുന്നു. സോ ഷീ സ്റ്റോപ്ഡ്. മാർത്ത ക്ലാസ് റൂമിലോട്ട് കയറാതെ അവിടെ തന്നെ നിൽക്കുന്നു. I didn't mean to eavesdrop. What is the meaning of eavesdrop? Eavesdrop means to listen to a conversation secretly. ഞാൻ ഒരിക്കലും ആ സംഭാഷണം ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാനത് ആഗ്രഹിച്ചിരുന്നില്ല. I just hesitated, not knowing what to do. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ മാർത്ത ക്ലാസ്സിലോട്ട് കയറാതെ അവിടെ തന്നെ നിന്നു. I needed those shorts and I was going to be late. എനിക്കെൻ്റെ ഷോർട്സ് വേണമായിരുന്നു, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. But I didn't want to interrupt an argument between my teachers. പക്ഷെ എൻ്റെ അധ്യാപകർ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് അത് ഇന്ററപ്റ്റ് ചെയ്യാൻ, തടസ്സപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. I recognized the voices. Mr. Shimt, my history teacher, and Mr. Boone, my maths teacher. രണ്ടുപേരുടെ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്ന് എൻ്റെ ഹിസ്റ്ററി ടീച്ചറായിരുന്ന മിസ്റ്റർ ഷിംറ്റ് ആയിരുന്നു. Another one was my maths teacher, Mr. Boone. They seemed to be arguing about me. I couldn't believe it. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവർ രണ്ടുപേരും ഈ ആർഗ്യുമെന്റ് നടത്തുന്നത് എന്നെ കുറിച്ചിട്ടാണ്. എനിക്കത് വിശ്വസിക്കാനേ സാധിച്ചിരുന്നില്ല. I still remember the feeling of shock that rooted me flat against the wall, as if I were trying to blend in with the graffiti written there. ആ സമയത്ത് അവർ എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഷോക്ക് അതെനിക്കിപ്പോഴും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തുണ്ടായ ചുമരിലുണ്ടായിരുന്ന ഗ്രഫിറ്റി മീൻസ് എ പെയിന്റിംഗ് ഓൺ ദ വാൾ. ആ ഗ്രഫിറ്റിയിലോട്ട് ഞാൻ സ്വയം ബ്ലെൻഡായി പോകുന്ന പോലെ, അലിഞ്ഞ് ചേരുന്ന പോലെ അത്രയ്ക്കും ഞാൻ ഷോക്ക്ഡായി പോയി. ഞാൻ സ്വയം ആ ഒരു ഗ്രഫിറ്റിയിലോട്ട് ബ്ലെൻഡായി പോകുന്ന പോലെ, അത്രമാത്രം ഞാനൊരു ചുവർ ചിത്രം പോലെ നിർജീവമായി പോയി. അതായിരുന്നു എൻ്റെ അവസ്ഥ. I refuse to do it. I don't care who her father is. Her grades don't even begin to compare to Martha's. I don't lie or falsify records. Martha has a straight A+ average, and you know it. That was Mr. Shimt, and he sounded very angry. The history teacher, Mr. Shimt, was responding to Mr. Boone. Mr. Shimt says, I refuse to do it. I don't care who her father is. നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. I don't care who her father is. അവളുടെ അച്ഛൻ ആരാണെന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. Her grades don't even begin to compare to Martha's. അവളുടെ ഗ്രേഡ്സ് മാർത്തയുടെ ഗ്രേഡ്സുമായിട്ട് കമ്പാരിസണേ ഇല്ല. കമ്പയർ ചെയ്യാൻ പോലും, താരതമ്യം ചെയ്യാൻ പോലും സാധിക്കില്ല. I won't lie or falsify records. ഞാൻ ഒരിക്കലും കളവ് ചെയ്യുകയോ റെക്കോർഡുകൾ തെറ്റായി കാണിക്കാനോ ചെയ്യാൻ പോകുന്നില്ല. മാർത്ത ഹാസ് എ സ്ട്രേറ്റ് A+ average, and you know it. മാർത്തയ്ക്ക് A+ average മാർക്കുണ്ട്. അത് താങ്കൾക്കും അറിയാവുന്നതാണ്. That was Mr. Shimt, and he sounded very angry. അത് എൻ്റെ ഹിസ്റ്ററി അധ്യാപകനായിരുന്ന മിസ്റ്റർ ഷിംറ്റ് ആയിരുന്നു. അദ്ദേഹം വളരെയധികം ദേഷ്യത്തിലായിരുന്നു. മിസ്റ്റർ ബൂൺസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. അതേസമയം മിസ്റ്റർ ബൂൺ വളരെ ശാന്തമായും സമാധാനപരമായുമാണ് സംസാരിക്കുന്നത്. Look,
Joan's father is not only on the board, he owns the only store in town. We could say it was a close tie. And Mr. Boone പറയുന്നു, നോക്കൂ, ജോവാൻ്റെ ഫാദർ ബോർഡ് മെമ്പർ ആണെന്നുള്ളത് മാത്രമല്ല, ടൗണിലുള്ള ഒരേ ഒരു കട അദ്ദേഹത്തിൻ്റെതാണ്. നമുക്ക് എന്ത് പറയാൻ സാധിക്കും? വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ. അതൊരു ടൈ ആയിരുന്നു. മീൻസ് മാർത്തയുടെയും ജോവാൻ്റെയും മാർക്സ് ഏതാണ്ട് ടൈ ആയിട്ട് വന്നു, ഒരുപോലെയായിട്ട് ഈക്വൽ ആയിരുന്നു എന്ന് പറയാം. സോ ഹിയർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മിസ്റ്റർ ബൂൺ വാണ്ടഡ് ടു ഗിവ് ദ ജാക്കറ്റ് ടു ജോവാൻ because Joan's father was a board member and also he was very rich. He had a shop in the town. So Mr. Boone says that they could be benefited. അതായത് ജോവാൻ്റെ ഫാദർ ബോർഡ് മെമ്പറാണ്, അതുപോലെ അദ്ദേഹത്തിന് ടൗണിൽ സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്. അദ്ദേഹം വളരെയധികം പണക്കാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് മാർത്തയ്ക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് ജാക്കറ്റ് ജോവാന് കൊടുക്കാം എന്നതാണ് മിസ്റ്റർ ബൂൺ പറഞ്ഞു വരുന്നത്. പക്ഷേ മാർത്തയുടെ ഹിസ്റ്ററി ടീച്ചറായിരുന്ന മിസ്റ്റർ ഷിംഡ് അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. അദ്ദേഹം മാർത്തയ്ക്ക് തന്നെയാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കേണ്ടത്, അവളാണ് അതിന് അർഹയായിട്ടുള്ള കുട്ടി. അവളുടെ മാർക്കുകൾ ഒരിക്കലും ജോവാൻ്റെ മാർക്സുമായിട്ട് താരതമ്യം ചെയ്യാനേ സാധിക്കില്ല, അത്രമാത്രം മാർക്സ് മാർത്തയ്ക്കുണ്ട്. അതുകൊണ്ട് മാർത്തയുടെ മാർക്സ് തിരുത്തിക്കൊണ്ട് ജോവാന് സ്കോളർഷിപ്പ് ജാക്കറ്റ് നൽകാൻ താൻ തയ്യാറല്ല എന്നാണ് മിസ്റ്റർ ഷിംഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. The pounding in my ears drowned out the rest of the words. Only a word here and there filtered through. Martha is Mexican. Resign. Won't do it. മിസ്റ്റർ ഷിംറ്റും ബൂണും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ അത് കേട്ട ശേഷമുള്ള മാർത്തയുടെ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. സോ മാർത്ത വാസ് റിയലി ഷോക്ക്ഡ് ടു ഹിയർ ദോസ് വേർഡ്സ്. മാർത്തയുടെ ചെവിയിൽ വന്ന് വീണ വാക്കുകൾ, ആ വാക്കുകളുടെ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് മീൻസ് ആ വാക്കുകളുടെ മുഴക്കം മീൻസ് അതുണ്ടാക്കിയ മെന്റൽ ഷോക്കായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് ഡ്രൗണ്ട് ഔട്ട് ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്. ആ ഒരു വാക്കുകളുടെ ഷോക്കിംഗ് കാരണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ പതിയാതെ അവളുടെ ചെവിയിലൂടെ ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഓൺലി എ വേർഡ് ഹിയർ ആൻഡ് ദർ ഫിൽറ്റേർഡ് ത്രൂ. ഒന്ന് രണ്ട് വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവൾക്ക് ഓർക്കാൻ പോലും സാധിക്കുന്നുള്ളൂ. മാർത്ത ഈസ് മെക്സിക്കൻ. റിസൈൻ. വോണ്ട് ഡു ഇറ്റ്. മാർത്ത ഒരു മെക്സിക്കക്കാരിയാണ്. റിസൈൻ. വോണ്ട് ഡു ഇറ്റ്. അവളെ ഒഴിവാക്ക്, അവളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആ ചില വാക്കുകളാണ് മാർത്തയ്ക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. മിസ്റ്റർ ഷിംഡ് കെയിം റഷിംഗ് ഔട്ട് ആൻഡ് ലക്കിലി ഫോർ മീ വെന്റ് ഡൗൺ ദ ഓപ്പോസിറ്റ് വേ ടുവേർഡ്സ് ദ ഓഡിറ്റോറിയം. സോ ഹി ഡിഡ്ന്റ് സീ മീ. ഈ വാക്കുകളെല്ലാം മാർത്ത ഒരു മെക്സിക്കക്കാരിയാണ്, അവളൊന്നും ചെയ്യില്ല, അവളെ ഒഴിവാക്ക് എന്നൊക്കെയുള്ള വാക്കുകൾ തീർച്ചയായും മിസ്റ്റർ ബൂൺ പറഞ്ഞതാണ്. ഇതെല്ലാം കേട്ട ശേഷം മിസ്റ്റർ ഷിംഡ് വളരെയധികം ദേഷ്യത്തോടു കൂടിയായിരിക്കാം ഹി കെയിം റഷിംഗ് ഔട്ട്. പെട്ടെന്ന് തന്നെ അയാൾ വളരെ സ്പീഡിൽ ആ റൂമിൽ നിന്നും പുറത്തോട്ട് വന്നു. ആൻഡ് ലക്കിലി ഫോർ മീ വെൻ ഡൗൺ ദ ഓപ്പോസിറ്റ് വേ. മാർത്ത നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് അയാൾ നടന്നു പോകുന്നത്. ടുവാർഡ്സ് ദ ഓഡിറ്റോറിയം. ഓഡിറ്റോറിയത്തിനടുത്തോട്ട് മിസ്റ്റർ ഷിംഡ് നടന്നു പോകുന്നു. സോ ഹി ഡിഡ്ന്റ് സീ മീ. അതുകൊണ്ട് അദ്ദേഹം എന്നെ കണ്ടില്ല. ഷേക്കിംഗ് I waited a few minutes and then went in and grabbed my bag and fled from the room. Mr. Boone looked up when I came in but didn't say anything. To this day, I don't remember if I got in trouble in PE for being late or how I made it through the rest of the afternoon. I went home very sad and cried into my pillow that night so grandmother wouldn't hear me. Martha says she was shaking. Martha ആ ഒരു ഷോക്കിൽ അവളുടെ ബോഡി മൊത്തം ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വിറയുന്നുണ്ടായിരുന്നു. ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ്സ്. ഞാൻ കുറച്ച് സമയം കൂടെ അവിടെ കാത്തു നിന്നു. ആൻഡ് ദെൻ വെന്റ് ഇൻ ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ്. അതിനുശേഷം ഞാൻ ക്ലാസ് റൂമിനകത്തോട്ട് ചെന്നു, എൻ്റെ ബാഗ് എടുത്തു. ആൻഡ് ഫ്ലഡ് ഫ്രം ദ റൂം. ആ റൂമിൽ നിന്നും പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി. മിസ്റ്റർ ബൂൺ ലുക്ക്ഡ് അപ്പ് വെൻ ഐ കെയിം ഇൻ. ഞാൻ ആ ക്ലാസ് റൂമിലോട്ട് ചെന്നപ്പോൾ ബൂൺ എന്നെ നോക്കി. ബട്ട് ഡിഡ്ന്റ് സേ എനിത്തിങ്. പക്ഷെ എന്നോടൊന്നും അയാൾ സംസാരിച്ചില്ല. ടു ദിസ് ഡേ ഐ ഡോണ്ട് റിമെമ്പർ ഇഫ് ഐ ഗോട്ട് ഇൻ ട്രബിൾ ഇൻ PE. ഇന്ന് വരെ എനിക്കത് ഓർമ്മയില്ല. അന്ന് ഫോർ ബീങ് ലേറ്റ്, ഞാനന്ന് ലേറ്റായത് കാരണം ഞാൻ PE പീരീഡ് എൻ്റെ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷേ PE ഷോർട്സ് എടുക്കുന്നതിനിടയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. അന്ന് PEക്ക് ഞാൻ കയറാൻ വേണ്ടിയിട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡ് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ലേറ്റായിരുന്നു. സോ അന്ന് ലേറ്റായത് കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇന്ന് വരെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഓർ ഹൗ ഐ മേഡ് ഇറ്റ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദി ആഫ്റ്റർനൂൺ. ആ ഉച്ചയ്ക്ക് ശേഷം ഞാൻ എങ്ങനെയാണ് എന്നെ സ്വയം മാനേജ് ചെയ്തത്, എങ്ങനെയാണ് ദിവസം കഴിച്ചെടുത്തു എന്നും എനിക്ക് ഇന്ന് വരെ ഓർക്കാൻ സാധിക്കുന്നില്ല. ഐ വെന്റ് ഹോം വെരി സാഡ് ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ ദാറ്റ് നൈറ്റ് സോ ഗ്രാൻഡ് മദർ വുഡ്ന്റ് ഹിയർ മീ. അന്ന് വീട്ടിലെത്തിയ ശേഷം ഞാൻ
ഒരുപാട് കരഞ്ഞു. അന്ന് രാത്രി മുഴുവൻ എൻ്റെ മുത്തശ്ശി കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പില്ലോ അമർത്തി പിടിച്ചിട്ടാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. It seemed a cruel coincidence that I had overheard that conversation. The next day when the principal called me into his office, I knew what it would be about. He looked uncomfortable and unhappy. എൻ്റെ അധ്യാപകർ തമ്മിലുണ്ടായ ആ സംഭാഷണം, മിസ്റ്റർ ബൂൺ ആൻഡ് മിസ്റ്റർ ഷിംഡ് ഇവർ തമ്മിലുണ്ടായ സംഭാഷണം കേൾക്കാനിടയായത്. That seemed a cruel coincidence. Coincidence means യാദൃശ്ചികത. വളരെ ക്രൂരമായൊരു യാദൃശ്ചികമായ സംഭവമായി പോയി ഞാൻ അവരുടെ ആ സംഭാഷണം കേൾക്കാനിടയായതും ഞാൻ അവിടെ ആ സമയത്ത് എത്തിയതും എല്ലാം ഒരു ക്രൂവൽ കോയിൻസിഡൻസ് പോലെ എനിക്ക് തോന്നി. The next day when the principal called me into his office, I knew what it would be about. തൊട്ടടുത്ത ദിവസം തന്നെ എന്നെ പ്രിൻസിപ്പൽ ഓഫീസിലോട്ട് വിളിപ്പിച്ചപ്പോൾ എനിക്കറിയാമായിരുന്നു അദ്ദേഹം എന്നെ എന്തിനാണ് വിളിപ്പിക്കുന്നതെന്ന്. He looked uncomfortable and unhappy. അദ്ദേഹം അസ്വസ്ഥനും അസന്തുഷ്ടിയുള്ളവനുമായി കാണപ്പെട്ടു. I decided I wasn't going to make it any easier for him. So I looked him straight in the eyes. ഞാനും തീരുമാനിച്ചിരുന്നു, എന്നെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കില്ല അദ്ദേഹത്തിന് എന്ന് ഞാനും ഉറച്ചു തീരുമാനിച്ചിരുന്നു. So I looked him straight in the eyes. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വളരെ രൂക്ഷമായിക്കൊണ്ട് തന്നെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. He looked away and fidgeted with the papers on his desk. ആ സമയം അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് നോട്ടം മാറ്റുകയും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന പേപ്പേഴ്സ് കൊണ്ട് he fidgeted meaning make small movements especially of the hands and feet through nervousness or impatience. മാനസികമായിട്ടുള്ള അസ്വസ്ഥത അല്ലെങ്കിൽ ടെൻഷൻ കാരണം നമുക്കുണ്ടാവുന്ന ഒരു ചേഷ്ടയാണ്. കൈകൾ കൊണ്ടോ കാലുകൾ കൊണ്ടോ നമ്മൾ നമ്മുടെ ടെൻഷൻ അറിയാത്ത രീതിയിൽ പ്രകടിപ്പിച്ചു പോകുന്നതിനെയാണ് ഫിഡ്ജറ്റഡ് എന്ന് പറയുക. ചില വർഷങ്ങളിൽ SSLCക്ക് ഈ വേർഡിന്റെ മീനിങ് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് മീൻസ് an act of tension or nervousness. So the word is fidgeted. Fidgeted എന്നുള്ള വേർഡ് നന്നായിട്ട് ഓർത്ത് വെക്കുക. സോ ഇവിടെ എന്തുകൊണ്ടായിരിക്കാം പ്രിൻസിപ്പൾ ഇത്രയും ടെൻസ്ഡും നെർവസ് ആവുന്നത്? ബിക്കോസ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യം തെറ്റായിട്ടുള്ള കാര്യമാണെന്ന്. അതുകൊണ്ടുള്ള കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ നെർവസും ടെൻസ്ഡും ആയത്. Martha, he said, there has been a change in policy this year regarding the scholarship jacket. As you know, it has always been free. പ്രിൻസിപ്പൾ പറഞ്ഞു, മാർത്ത, ഈ വർഷം മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസിയിൽ ബോർഡ് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. As you know, it has always been free. നിനക്കറിയാവുന്നതുപോലെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇത്രയും കാലം ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. He cleared his throat and continued. അദ്ദേഹം തൻ്റെ തൊണ്ട ശരിയാക്കുന്നു, എന്നിട്ട് വീണ്ടും സംസാരം തുടരുന്നു. This year, the board has decided to charge $15, which still won't cover the complete cost of the jacket. ഈ വർഷം മുതൽ ബോർഡ് സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി $15 ഈടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ $15 സ്കോളർഷിപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ആയിട്ട് വരുന്നില്ലെങ്കിൽ പോലും $15 സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഈടാക്കുന്നതിനായി ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് മാർത്തയോട് പ്രിൻസിപ്പൽ പറയുന്നു. I stared at him in shock and a small sound of dismay escaped my throat. I hadn't expected this. He still avoided looking in my eyes. ഇത് കേട്ട ശേഷം ഞാൻ അദ്ദേഹത്തെ തുറിച്ചു നോക്കി. I stared at him in shock. വളരെയധികം ഷോക്ക്ഡ് ആയിക്കൊണ്ട് ഞാൻ പ്രിൻസിപ്പാളിന് നേരെ തുറിച്ചു നോക്കി. And a small sound of dismay escaped my throat. എൻ്റെ ഉള്ളിൽ നിന്നും അമ്പരപ്പിന്റെ, നിരാശയുടെ ഒരു ശബ്ദം പുറത്തോട്ട് വന്നു. Dismay means concern and distress caused by something unexpected. ആകുലത, ഞെട്ടൽ, വിസ്മയം എന്നൊക്കെ പറയാം. അത്രമാത്രം ഷോക്ക്ഡ് ആയി പോയിരുന്നു മാർത്ത. കാരണം പ്രിൻസിപ്പാളും ഇതിന് കൂട്ടി നിൽക്കുമെന്ന് മാർത്ത ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. I hadn't expected this. ഞാൻ ഇതൊരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. He still avoided looking in my eyes. അദ്ദേഹം എൻ്റെ കണ്ണുകളിൽ നോക്കുന്നത് വീണ്ടും അവോയ്ഡ് ചെയ്തു, ഒഴിവാക്കി. നമുക്കൊരു കുറ്റബോധം തോന്നുമ്പോഴാണ് നമ്മൾ മറ്റൊരാളുടെ കണ്ണിൽ നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കൊരിക്കലും അത്തരത്തിൽ അവരെ ഫേസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയും പ്രിൻസിപ്പാൾ അദ്ദേഹം ചെയ്യുന്നത് വളരെയധികം തെറ്റാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസം, ഉറച്ച ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാർത്തയെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. So if you are unable to pay the $15 for the jacket, it will be given to the next one in line. I didn't need to ask who that was. നിനക്ക് പൈസ അടയ്ക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ, നിനക്ക് $15 അടയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ജാക്കറ്റ് നിന്റെ തൊട്ടടുത്ത ആൾക്ക്, നിന്റെ തൊട്ട് താഴെ ആരാണോ ഉള്ളത് അവർക്കായിരിക്കും ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുക എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. I didn't need to ask who that was. അതാരാണെന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം മാർത്തക്ക് അറിയാമായിരുന്നു ബോർഡ് മെമ്പറും അതുപോലെ ടൗണിലെ ഏക ഷോപ്പിന്റെ ഉടമയുമായിട്ടുള്ള ആളുടെ
മകളായിട്ടുള്ള ജോവാന് വേണ്ടിയിട്ടാണ് മിസ്റ്റർ ബൂണും പ്രിൻസിപ്പളും അടക്കമുള്ള ആളുകൾ മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാതെ ജോവാന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു പ്ലാനായിരുന്നു ഇതെല്ലാം എന്ന് മാർത്തയ്ക്ക് അറിയാമായിരുന്നു. Standing with all the dignity I could muster, I said, I will speak to my grandfather about it, sir, and let you know tomorrow. എനിക്ക് സംഭരിക്കാമായിരുന്ന എൻ്റെ എല്ലാ ഡിഗ്നിറ്റിയും എൻ്റെ എല്ലാ അന്തസ്സും മസ്റ്റർ ചെയ്തുകൊണ്ട്, മസ്റ്റർ പറഞ്ഞാൽ സംഭരിക്കുക, എൻ്റെ എല്ലാ അന്തസ്സും സ്വയം ഞാൻ സംഭരിച്ചുകൊണ്ട്, ഐ സ്റ്റുഡ് സ്റ്റാൻഡിങ് വിത്ത് ഓൾ ദ ഡിഗ്നിറ്റി, എൻ്റെ എല്ലാ അന്തസ്സും സ്വയം സംഭരിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞു, ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ് സർ. ഞാൻ എൻ്റെ മുത്തശ്ശനോട് ഈ കാര്യം സംസാരിക്കട്ടെ. ആൻഡ് ലെറ്റ് യു നോ ടുമോറോ. നാളെ അതിൻ്റെ വിവരം ഞാൻ താങ്കളെ അറിയിക്കാം. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് എൻ്റെ കണ്ണീര് അടക്കാനായില്ല. ദ ഡേർട്ട് റോഡ് വാസ് എ ക്വാർട്ടർ മൈൽ ഫ്രം ദ ഹൈവേ. ഹൈവേയിൽ നിന്നും എൻ്റെ വീട്ടിലോട്ട് ക്വാർട്ടർ മൈൽ, 1/4 മൈലോളം ദൂരം ഡേർട്ട് റോഡായിരുന്നു, ചെമ്മൺ പാതയായിരുന്നു. ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വേർ റെഡ് ആൻഡ് പഫി. വീട്ടിലെത്തുമ്പോഴേക്കും എൻ്റെ കണ്ണുകൾ കരഞ്ഞത് കാരണം നന്നായിട്ട് ചുവന്ന്, പഫി മീൻസ് വീർത്തിരുന്നു. വെർ ഈസ് ഗ്രാൻഡ് പാ? ഐ ആസ്ക്ഡ് ഗ്രാൻഡ് മാ, ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഫ്ലോർ so she wouldn't ask me why I had been crying. She was sewing on a quilt as usual and didn't look up. വീട്ടിലെത്തിയ ശേഷം ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു, നിലത്ത് നോക്കിക്കൊണ്ട്, ഫ്ലോർ നോക്കിക്കൊണ്ട് മുത്തശ്ശിയോട് ചോദിച്ചു, വെർ ഈസ് ഗ്രാൻഡ് പാ? എൻ്റെ മുത്തശ്ശൻ എവിടെ? ഞാൻ നിലത്ത് നോക്കി മുത്തശ്ശനെ കുറിച്ച് ചോദിക്കാനുണ്ടായ കാരണം, so that she wouldn't ask me why I had been crying. ഞാൻ എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മുത്തശ്ശി എന്നോട് ചോദിക്കില്ല. അതുകൊണ്ട് മുത്തശ്ശി കാണാതിരിക്കാൻ വേണ്ടി ഞാൻ തറയിലോട്ട് നോക്കിക്കൊണ്ടാണ് മുത്തശ്ശൻ എവിടെയെന്ന് അന്വേഷിച്ചത്. She was sewing on a quilt as usual and didn't look up. മുത്തശ്ശി പതിവ് പോലെ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. On a quilt. Quilt means വിരിപ്പ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് എന്നൊക്കെയാണ് അർത്ഥം. മുത്തശ്ശി ക്വിൽറ്റ് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തല ഉയർത്തി എന്നെ നോക്കിയില്ല. I think he is out back working in the bean field. മുത്തശ്ശൻ പുറത്ത് ബീൻ ഫീൽഡ്സിൽ വർക്ക് ചെയ്യുകയായിരിക്കും എന്ന് മുത്തശ്ശി മാർത്തയോട് പറഞ്ഞു. I went outside and looked out at the fields. There he was. I couldn't see him walking between the rows, his body bent over the little plants, hoe in hand. മുത്തശ്ശനെ നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഫീൽഡിലെത്തി. There he was. മുത്തശ്ശൻ വയലിൽ തന്നെ ഉണ്ടായിരുന്നു. I could see him walking between the rows. അദ്ദേഹം ബീൻ പ്ലാന്റ്സിനിടയിലൂടെ നടന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടു. His body bent over the little plants, hoe in hand. അദ്ദേഹത്തിൻ്റെ കയ്യിൽ hoe means മൺവെട്ടി, കൈക്കോട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിൻ്റെ ഇടയിൽ അദ്ദേഹം എന്തോ കുനിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ഐ വാക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം, ട്രൈങ് ടു തിങ്ക് ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി. ഞാൻ വളരെ പതിയെ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് നടന്നു നീങ്ങി. എങ്ങനെ എൻ്റെ മുത്തശ്ശൻ്റെ അടുത്തു നിന്നും ആ $15 ചോദിച്ച് വാങ്ങിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് നടന്നു. There was a cool breeze blowing and a sweet smell of mesquite fruit in the air. But I didn't appreciate it. ആ പാടത്തിലൂടെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് നടന്നു നീങ്ങുമ്പോൾ നല്ല തണുത്ത കൂൾ ബ്രീസ്, ഇളം മന്ദമാരുതൻ അടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എ സ്വീറ്റ് സ്മെൽ ഓഫ് മെസ്കിറ്റ് ഫ്രൂട്ട് വാസ് ഇൻ ദി എയർ. മെസ്കിറ്റ് ഫ്രൂട്ടിൻ്റെ വളരെ സ്വീറ്റ് ആയിരുന്നൊരു സ്മെല്ലും അന്തരീക്ഷത്തിൽ നിറയെ ഉണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡൻറ്റ് അപ്രീഷിയേറ്റ് ഇറ്റ്. പക്ഷെ എനിക്കത് ആസ്വദിക്കാൻ സാധിച്ചില്ല. കാരണം മാർത്തയുടെ മനസ്സിൽ മുഴുവൻ അവൾക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കണമെങ്കിൽ $15 കിട്ടണം. അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ മാർത്തയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഐ കിക്ക്ഡ് അറ്റ് എ ഡേർട്ട് ക്ലൗഡ്. ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. നടന്ന് നീങ്ങവേ മാർത്ത ഒരു ഡേർട്ട് ക്ലൗഡ്, ഒരു മൺകട്ട ചവിട്ടി തെറിപ്പിച്ചു. ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. എനിക്ക് ആ ജാക്കറ്റ് അത്രമാത്രം വേണമായിരുന്നു. It was more than just being a valedictorian and giving a little thank you speech for the jacket on graduation night. It represented 8 years of hard work and expectation. മാർത്തയെ സംബന്ധിച്ച് വെറും ഒരു വാലഡിക്ടോറിയൻ ആവുക, അതുപോലെ ഒരു താങ്ക് യു സ്പീച്ച് നൽകുക, ഗ്രാജുവേഷൻ നൈറ്റിൽ എല്ലാവർക്കും ഒരു താങ്ക് യു സ്പീച്ച് നൽകുക, വിജയിയാവുക എന്നത് മാത്രമായിരുന്നില്ല അവളെ സംബന്ധിച്ച സ്കോളർഷിപ്പ് ജാക്കറ്റ്. അവളുടെ 8 വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഫലം കൂടിയായിരുന്നു. I knew I had to be honest with Grandpa. It was my only chance. He saw my shadow and looked up. എനിക്കറിയാമായിരുന്നു മുത്തശ്ശനോട് സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ പറയണമെന്ന്. കാരണം
ഇനി എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാനുള്ള ഒരേ ഒരു ചാൻസ് മുത്തശ്ശൻ മാത്രമായിരുന്നു. ഹീ സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. എൻ്റെ ഷാഡോ, എൻ്റെ നിഴൽ അദ്ദേഹം കണ്ടു. എൻ്റെ നിഴൽ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ നോക്കി. He waited for me to speak. I cleared my throat nervously and clasped my hands behind my back so he wouldn't see them shaking. Grandpa, I have a big favor to ask you, I said in Spanish, the only language he knew. ഞാൻ സംസാരിക്കണ വരെ അദ്ദേഹം എന്നെ വെയിറ്റ് ചെയ്തു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. I cleared my throat nervously. ഞാൻ എൻ്റെ ത്രോട്ട് കുറച്ച് ടെൻഷനോട് കൂടി ക്ലിയർ ചെയ്തു. And clasped my hands behind my back. ഞാൻ എൻ്റെ കൈകൾ പുറകുവശത്ത്, ക്ലാസ്ഡ് മീൻസ് ക്രോസ് ചെയ്ത് പിടിച്ചു. ഞാൻ എൻ്റെ കൈകൾ രണ്ടും പുറകിലോട്ടായിട്ട് മുറുക്കി കോർത്ത് പിടിച്ചു. എൻ്റെ ടെൻഷൻ കാരണം ആ കൈകളുടെ ഷെയ്ക്കിംഗ്, വിറയൽ മുത്തശ്ശൻ കാണാതിരിക്കാൻ വേണ്ടി. ഗ്രാൻഡ് പാ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. മുത്തശ്ശ, എനിക്ക് മുത്തശ്ശനോട് വലിയൊരു സഹായം ചോദിക്കാനുണ്ട്. ഐ സെഡ് ഇൻ സ്പാനിഷ്, ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. ഈ കാര്യം ഞാൻ മുത്തശ്ശനോട് സ്പാനിഷ് ഭാഷയിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരേ ഒരു ഭാഷയായ സ്പാനിഷ് ലാംഗ്വേജ്. He still waited silently. I tried again. Grandpa, this year the principal said the scholarship jacket is not going to be free. It's going to cost $15 and I have to take the money in tomorrow. Otherwise, it will be given to someone else. അദ്ദേഹം ഒന്നും തന്നെ ഉരിയാടാതെ ശാന്തമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി തുടരുകയായിരുന്നു. I tried again. ഞാൻ വീണ്ടും പറഞ്ഞു. Grandpa, this year the principal said the scholarship jacket is not going to be free. Scholarship jacket ഈ വർഷം ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നതെന്ന് പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് $15. അതിന് $15 ചിലവാകും. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമോറോ. എനിക്ക് നാളെ തന്നെ ക്യാഷ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതർവൈസ് ഇറ്റ് വിൽ ബി ഗിവൺ ടു സമ്മൺ എൽസ്. അങ്ങനെയല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നതായിരിക്കും. The last words came out in an eager rush. അവസാനം പറഞ്ഞ കാര്യം, ഞാൻ നാളെ $15 കൊണ്ടുപോയിട്ടില്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് മറ്റൊരാൾക്ക് കൊടുക്കും എന്നുള്ള ആ വേർഡ്സ് ഭയങ്കര റഷിംഗ് ആയിട്ട് വളരെയധികം സ്പീഡിലാണ് ഞാൻ പറഞ്ഞത്. ഗ്രാൻഡ്പാ സ്ട്രെയിറ്റൻഡ് അപ്പ് ടയേർഡ്ലി ആൻഡ് ലീൻഡ് ഹിസ് ചിൻ ഓൺ ദ ഹൗ ഹാൻഡിൽ. താഴെ ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്ന ഗ്രാൻഡ്പാ എഴുന്നേറ്റ് നിന്നു. ഹി വാസ് ടയേർഡ്. അദ്ദേഹം ക്ഷീണിതനായിരുന്നു. അദ്ദേഹം തൻ്റെ ചിൻ, തൻ്റെ താടി ആ ഹൗ ഹാൻഡിൽ, ആ കൈക്കോട്ടിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിൽ താങ്ങി വെച്ചുകൊണ്ട് അവിടെ നിന്നു. ഹി ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ് ദാറ്റ് വാസ് ഫിൽഡ് വിത്ത് ദ ടൈനി ഗ്രീൻ ബീൻ പ്ലാന്റ്സ്. ഐ വെയിറ്റഡ് ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ് ഹി വുഡ് സേ ഐ കുഡ് ഹാവ് ദ മണി. He turned to me and asked quietly, what does a scholarship jacket mean? അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന മുത്തശ്ശൻ ചെറിയ ഗ്രീൻ ബീൻസ് പ്ലാന്റ്സുള്ള ആ പാടത്തിലോട്ട് നോക്കിക്കൊണ്ടേ നിന്നു. I waited desperately hoping he would say I could have the money. ഞാൻ വളരെയധികം നിരാശയോടുകൂടി കാത്തു നിന്നു. അദ്ദേഹം എന്തു പറയുമെന്ന പ്രതീക്ഷയിൽ എനിക്ക് ആ ക്യാഷ് ലഭിക്കും, എനിക്ക് ആ ക്യാഷ് തരാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതോർത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. He turned to me and asked quietly. എൻ്റെ നേരെ തിരിഞ്ഞ് മുത്തശ്ശൻ എന്നോട് ചോദിച്ചു, what does a scholarship jacket mean? സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നായിരുന്നു മുത്തശ്ശന്റെ ചോദ്യം. I answered quickly, maybe there was a chance. It means you have earned it by having the highest grades for 8 years and that's why they are giving it to you. Too late, I realized the significance of my words. പെട്ടെന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു. Because there was a chance. കാരണം പെട്ടെന്ന് ആ മറുപടി കൊടുക്കുമ്പോൾ എനിക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു ആ ക്യാഷ് ലഭിക്കാനായിട്ട്. It means you have earned it by having the highest grades for 8 years. 8 വർഷമായിട്ട് ഏറ്റവും മികച്ച ഗ്രേഡ്സ് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ലഭിക്കുന്നതാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ ഗിവിങ് ഇറ്റ് ടു യു. അതുകൊണ്ടാണ് അവർ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്നത്. Too late, I realized the significance of my words. കുറച്ച് വൈകിയാണ് ഞാൻ പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യം, അതിനെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നത്. Grandpa knew that I understood it was not a matter of money. It wasn't that. He went back to hoeing the weeds that sprang up between the delicate little bean plants. മുത്തശ്ശൻ അറിയാമായിരുന്നു, എനിക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മണി. പണമല്ല ഇവിടെ പ്രശ്നം എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്
മുത്തശ്ശൻ അറിയാമായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദാറ്റ്. ക്യാഷ് അല്ല വിഷയം. ഹി വെന്റ് ബാക്ക് ടു ഹോയിങ് ദ വീഡ്സ്. അദ്ദേഹം തൻ്റെ മൺവെട്ടി എടുത്തുകൊണ്ട് പോകുന്നു. ടു പ്ലക്ക് ദ വീഡ്സ് ദാറ്റ് സ്പ്രാങ് അപ്പ് ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ പ്ലാന്റ്സ്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബീൻ പ്ലാന്റ്സിനിടയിൽ വളർന്നിട്ടുള്ള വീഡ്സ്, പാഴ്ചെടികൾ, അവയെ പറിച്ചു കളയാൻ വേണ്ടി അദ്ദേഹം തൻ്റെ കൈക്കോട്ടം എടുത്തുകൊണ്ട് പോകുന്നു. It was a time-consuming job. Sometimes the small shoots were right next to each other. Finally, he spoke again as I turned to leave, crying. വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പണിയായിരുന്നു ആ പാഴ്ചെടികൾ, ആ കുഞ്ഞു കുഞ്ഞു ലിറ്റിൽ ബീൻ പ്ലാന്റ്സിനിടയിൽ നിന്നും പറിച്ചെടുക്കുക എന്നുള്ളത്. കാരണം ചെറിയ ചെറിയ ലിറ്റിൽ പ്ലാന്റ്സിൻ്റെ ഷൂട്ട്സ്, അതിൻ്റെ മുളകൾ പലപ്പോഴും പൊട്ടി വരുന്നേ ഉണ്ടാവുന്നുള്ളൂ. അവിടെ നിന്നും ആ പാഴ്ചെടികളെ പറിച്ചെടുക്കൽ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഫൈനലി ഹി സ്പോക്ക് അഗെയിൻ ആസ് ഐ ടേൺ ടു ലീവ്, ക്രൈങ്. അവസാനം ഞാൻ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് മുത്തശ്ശൻ എന്നോട് സംസാരിച്ചു. Then if you pay for it, Martha, it is not a scholarship jacket. Is it? Tell your principal I will not pay the $15. മാർത്ത, നമ്മൾ ആ $15 അടയ്ക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരിക്കില്ല അല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു. Tell your principal I will not pay the $15. ആ $15 അടയ്ക്കില്ലെന്ന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയണം എന്ന് മുത്തശ്ശൻ മാർത്തയോട് പറയുന്നു. അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഒരിക്കലും ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാധനമല്ല. അതൊരു വ്യക്തി 8 വർഷം പഠിച്ച് ഏറ്റവും മികച്ച സ്കോർ നേടുമ്പോൾ അവർ അതിന് അർഹരാവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഏൺഡ്, ഇറ്റ് ഈസ് നോട്ട് ബോട്ട്. ഒരിക്കലും അത് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല, ഒരാൾ ഏൺ ചെയ്യേണ്ടതാണ്. അവരുടെ അധ്വാനം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും ഒക്കെ അവർ നേടിയെടുക്കുന്ന ഒരു സമ്മാനമാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതൊരിക്കലും കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല എന്ന് മാർത്തയ്ക്കും അതുപോലെ തന്നെ മുത്തശ്ശനും രണ്ടുപേർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടൊരിക്കലും മുത്തശ്ശൻ കാശ് കൊടുക്കില്ല എന്ന് മാർത്തയോട് പറയുന്നു. I walked back to the house and locked myself in the bathroom for a long time. I was angry with grandfather, even though I knew he was right. And I was angry with the board, whoever they were. Why did they have to change the rules just when it was my turn to win the jacket? ഞാൻ ആ പാടത്തു നിന്നും വീട്ടിലോട്ട് നടന്നു പോയി. Locked myself in the bathroom for a long time. ഒരുപാട് സമയം ഞാൻ ബാത്റൂമിൽ എന്നെ തന്നെ സ്വയം ലോക്ക് ചെയ്ത് കുറേ കരഞ്ഞു. I was angry with grandfather. ഞാൻ മുത്തശ്ശനോട് ഒരുപാട് എനിക്ക് ദേഷ്യം തോന്നി. Even though I knew he was right. മുത്തശ്ശൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിലും അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നി. And I was angry with the board. സ്കൂളിലെ ബോർഡ് മെമ്പേഴ്സിനോടും എനിക്കൊരുപാട് ദേഷ്യം തോന്നി. Whoever they were. അവർ ആര് തന്നെ ആയിരുന്നെങ്കിലും. Why did they have to change the rules just when it was my turn to win the jacket? എന്തിനാണ് ഈ വർഷം ഞാൻ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടാൻ പോകുന്ന സമയത്ത് അവർ ഈ പോളിസി ചേഞ്ച് ചെയ്തത് എന്ന് മാർത്ത വീണ്ടും വീണ്ടും ചിന്തിച്ചു. Those were the days of belief and innocence. ആ നാളുകൾ എന്നെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും പ്രാർത്ഥനയുടെയും നാളുകളായിരുന്നു. It was a very sad and withdrawn girl who dragged into the principal's office the next day. This time he did look me in the eyes. വളരെയധികം സങ്കടത്തോടുകൂടി, വെരി സാഡ് ആൻഡ് വിഡ്രോൺ, വളരെയധികം ഉൾവലിഞ്ഞ പ്രകൃതമുള്ളൊരു പെൺകുട്ടിയായിരുന്നു പ്രിൻസിപ്പൽ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത ദിവസം. ബിക്കോസ് മാർത്ത അത്രമാത്രം സങ്കടപ്പെടുകയും നിരാശയാവുകയും ചെയ്തിരുന്നു. ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ദി ഐസ്. ഈ പ്രാവശ്യം പ്രിൻസിപ്പൽ എൻ്റെ കണ്ണിലോട്ട് നോക്കി. വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? എൻ്റെ മുത്തശ്ശൻ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. I sat very straight in my chair. ഞാൻ എൻ്റെ ചെയറിൽ നിവർന്നിരുന്നു. He said to tell you he won't pay the $15. മുത്തശ്ശൻ അങ്ങയോട് പറയാൻ പറഞ്ഞു അദ്ദേഹം $15 അടയ്ക്കില്ല എന്ന്. The principal muttered something I couldn't understand under his breath and walked over to the window. He stood looking at something outside. He looked bigger than usual when he stood up. പ്രിൻസിപ്പൽ സ്വയം എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹം പറയുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് ഹി വാക്ക്ഡ് ഓവർ ടു ദ വിൻഡോ. വിൻഡോൻ്റെ അടുത്തോട്ട് പോകുന്നു. ഹി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്. അദ്ദേഹം പുറത്തുള്ള എന്തോ നോക്കി നിൽക്കുകയാണ്. ഹി ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ വെൻ ഹി സ്റ്റുഡ് അപ്പ്. അദ്ദേഹം അവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹം സാധാരണ കാണുന്നതിലും വളരെയധികം വലിയൊരു ആളായിട്ട് എനിക്ക് തോന്നി. ഹി വാസ് എ ടാൾ ഗൗൺഡ് മാൻ വിത്ത് ഗ്രേ ഹെയർ
and I watched the back of his head while I waited for him to speak. He was a tall, gaunt man. വളരെയധികം നീണ്ട്, gaunt means very slim, നന്നായി മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു പ്രിൻസിപ്പൽ. വിത്ത് ഗ്രേ ഹെയർ, അദ്ദേഹത്തിൻ്റെ തലമുടിക്ക് ചാരനിറമായിരുന്നു. And I watched the back of his head while I waited for him to speak. അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നോക്കി നിൽക്കവേ അദ്ദേഹത്തിൻ്റെ തലയുടെ പുറകുവശം ഞാൻ കാണുന്നുണ്ടായിരുന്നു. Why, he finally asked. Your grandfather has the money. He owns a 200-acre ranch. പ്രിൻസിപ്പൽ ചോദിച്ചു, എന്തുകൊണ്ട് നിന്റെ മുത്തശ്ശൻ ആ $15 പേ ചെയ്യുന്നില്ല? Your grandfather has the money. നിന്റെ ഗ്രാൻഡ്ഫാദറിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. He owns a 200-acre ranch. അദ്ദേഹത്തിന് 200 acres 200ഓളം ഏക്കർ റാഞ്ച് ഉണ്ട്. റാഞ്ച് മീൻസ് തോട്ടം. എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ക്യാഷ് അടയ്ക്കാത്തത് എന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ ചോദ്യം. I looked at him, forcing my eyes to stay dry. I know, sir, but he said if I had to pay for it, then it wouldn't be a scholarship jacket. I stood up to leave. I guess you will just have to give it to Joanne. I hadn't meant to say that. It had just slipped out. I was almost to the door when he stopped me. Martha, wait. അദ്ദേഹത്തെ നോക്കി. ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ. എൻ്റെ കണ്ണുകൾ ഉണങ്ങുന്നവരെ ഞാൻ അദ്ദേഹത്തെ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തന്നെ നോക്കി. ഐ നോ സർ. മാർത്ത പറഞ്ഞു, എനിക്കറിയാം സാർ, എൻ്റെ മുത്തശ്ശന് 200 ഏക്കർ റാഞ്ച് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷും ഉണ്ട്. ബട്ട് ഹീ സാഡ് ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ് ദെൻ ഇറ്റ് വുഡന്റ് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല എന്നാണ് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്. ഞാൻ അവിടെ നിന്നും പോവാൻ വേണ്ടി എഴുന്നേറ്റു. ഐ ഗെസ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് ടു ജോവാൻ. മാർത്ത പറയുന്നു, എനിക്കറിയാം, നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് ജോവാന് കൊടുക്കണം എന്ന് മാർത്ത പറയുന്നു. ഐ ഹാഡൻ മെന്റ് ടു സേ ദാറ്റ്. ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ബട്ട് ഇറ്റ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. പക്ഷെ അറിയാതെ എൻ്റെ വായിൽ നിന്നും അത് പുറത്തോട്ട് വന്നു പോയി. I was almost to the door when he stopped to me. Martha, wait. ഞാൻ വാതിലിന് തൊട്ടരികിലെത്തിയപ്പോൾ പ്രിൻസിപ്പൾ എന്നെ നിർത്തിച്ചിട്ട് പറഞ്ഞു, മാർത്ത, നിൽക്കൂ എന്ന് പറഞ്ഞു. I turned and looked at him, waiting. What did he want now? ഞാൻ തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തെ നോക്കി. ഇനിയും എന്താണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് ഓർത്തുകൊണ്ട്. I could feel my heart pounding loudly in my chest. എൻ്റെ ചെസ്റ്റിൽ എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് പൗണ്ട് ചെയ്യുന്നതായിട്ടുള്ള ശബ്ദം, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഭയങ്കരമായ ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. മീൻസ് ഷീ വാസ് വെരി മച്ച് ടെൻസ്ഡ്. അവൾ നന്നായിട്ട് ടെൻസ്ഡ് ആയിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സംതിങ് ബിറ്റർ ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. ഐ വാസ് അഫ്രൈഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. വളരെയധികം ബിറ്റർ ആയിട്ടുള്ള മീൻസ് നന്നായി കയ്പുള്ള, ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് മീൻസ് ബാഡ് ടേസ്റ്റിംഗ് ആയിട്ടുള്ള സംതിങ് വാസ് കമ്മിങ് ഇൻ മൈ മൗത്ത്. എൻ്റെ വായിൽ എന്തോ വളരെയധികം കയ്പുള്ളതും വളരെയധികം മോശമായിട്ടുള്ളതായിട്ടുള്ളൊരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി. ഐ വാസ് അഫ്രൈഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. എനിക്കെന്തോ അസുഖം വരാൻ പോവുകയാണെന്ന് ഞാൻ ഭയപ്പെട്ടു. ഐ ഡിഡ്ന്റ് നീഡ് എനി സിമ്പതി സ്പീച്ചസ്. യാതൊരു തരത്തിലുള്ള സഹതാപം നിറഞ്ഞ സ്പീച്ചസും ഞാനിപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരിൽ നിന്നും ഒരു സാന്ത്വനം, ഒരു സമാധാനം ഞാൻ കാംക്ഷിക്കുന്നില്ല. ഹി സൈഡ് ലൗഡ്ലി ആൻഡ് വെന്റ് ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്. ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ വലിയ ഡെസ്കിനടുത്തോട്ട് ചെന്നു. ഹി വാച്ച്ഡ് മീ ബൈറ്റിംഗ് ഹിസ് ലിപ്പ്. ഓക്കെ, വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ബൈറ്റിംഗ് ഹിസ് ലിപ്സ്, അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട്. മീൻസ് ഹി വാസ് ഓൾസോ വെരി മച്ച് ടെൻസ്ഡ്. പ്രിൻസിപ്പളും അങ്ങേയറ്റം ടെൻസ്ഡ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. നിന്റെ കേസിൽ നമുക്കൊരു എക്സെപ്ഷൻ വരുത്താം. എക്സെപ്ഷൻ മീൻസ് ഇവിടെ ഒഴിവാക്കാം, മാറ്റി നിർത്താം എന്നൊക്കെയുള്ള അർത്ഥം. അതായത് ഈ വർഷം ബോർഡ് എടുത്തിട്ടുള്ള തീരുമാനം തൽക്കാലം നിന്റെ കേസിൽ ഒഴിവാക്കിയേക്കാം എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. ഞാൻ ബോർഡുമായി സംസാരിക്കാം, നിനക്ക് നിന്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കും എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്. ഐ സ്പോക്ക് ഇൻ എ ട്രംബ്ലിംഗ് ബ്രഷ്. ഓ, താങ്ക് യു സർ. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. എനിക്ക് എൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. ഐ സ്പോക്ക് ഇൻ എ ട്രംബ്ലിംഗ് റഷ്. ഓ, താങ്ക് യു സർ. ഞാൻ ചെറിയൊരു വിറയലോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, താങ്ക് യു സർ. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. പെട്ടെന്ന് തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതി ഫീൽ ചെയ്യുന്നു. ഐ ഡിഡ്ന്റ് നോ അബൌട്ട് അഡ്രിനാലിൻ ഇൻ ദോസ് ഡേയ്സ്.
ആ ദിവസങ്ങളിൽ എനിക്ക് അഡ്രിനാലിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ബട്ട് ഐ ന്യൂ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ. പക്ഷെ എനിക്കറിയാമായിരുന്നു എന്നിലൂടെ എന്തോ ഒന്ന് ശക്തമായി പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ദ ബ്ലഡ് ഫ്ലോ, ഷീ കുഡ് ഫീൽ ദാറ്റ്, മേക്കിംഗ് മീ ഫീൽ ആസ് ടോൾ ആസ് ദ സ്കൈ. ഞാൻ ആകാശത്തോളം ഉയരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഐ വാണ്ടഡ് ടു യെൽ, ജമ്പ്, റൺ ദ മൈൽ, ഡു സംതിങ്. ഉച്ചത്തിൽ കൂക്കി വിളിക്കാനും തുള്ളിച്ചാടാനും ഓടാനും ഒരുപാട് ദൂരം ഓടാനും ഒക്കെ തോന്നി. മാർത്തയ്ക്ക് ഉണ്ടായിരുന്ന എക്സ്റ്റസിയാണ് പറയുന്നത്. കാരണം ഒരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിക്ക് കിട്ടുമെന്ന് അവൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ മാനസികാവസ്ഥ കണ്ടപ്പോൾ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റുകയായിരുന്നു. ഐ റാൻ ഔട്ട് സോ ഐ കുഡ് ക്രൈ ഇൻ ദ ഹാൾ വേർ ദർ വാസ് നോ വൺ ടു സീ മീ. ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് ഓടി. കാരണം ഹാളിലെത്തിയാൽ എനിക്ക് അവിടെ വെച്ച് ആരും കാണാതെ ഒരുപാട് കരയാമായിരുന്നു. At the end of the day, Mr. Shimt winked at me and said, I hear you are getting the scholarship jacket this year. അന്ന് അവസാനം ഞാൻ എൻ്റെ സാറായ മിസ്റ്റർ ഷിംറ്റിനെ കണ്ടു. അദ്ദേഹം എന്നോട് കണ്ണിറുക്കി കാണിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു ഈ വർഷം നിനക്കാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുന്നതെന്ന്. His face looked as happy and innocent as a baby's, but I knew better. Without answering, I gave him a quick hug and ran to the bus. അദ്ദേഹത്തിൻ്റെ ഫേസ്, മിസ്റ്റർ ഷിംറ്റ് എന്ന എൻ്റെ അധ്യാപകൻ്റെ ഫേസ് വളരെയധികം ഹാപ്പി ആയിരുന്നു. ആൻഡ് ഇന്നസെൻറ്റ് ആസ് എ ബേബീസ്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖം പോലെ അദ്ദേഹത്തിൻ്റെ മുഖം വളരെയധികം നിഷ്കളങ്കമായിരുന്നു. ബട്ട് ഐ ന്യൂ ബെറ്റർ, കാരണം അദ്ദേഹത്തെ എനിക്ക് അത്രയും അറിയാമായിരുന്നു. വിതൗട്ട് ആൻസറിങ് ഐ ഗേവ് ഹിം എ ക്വിക്ക് ഹഗ്. അദ്ദേഹത്തോട് മറുപടി പറയാതെ ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിനൊരു പെട്ടെന്ന് തന്നെ ഒരു ആലിംഗനം ചെയ്തു അദ്ദേഹത്തെ. ആൻഡ് റാൻ ടു ദ ബസ്. എന്നിട്ട് ഞാൻ ബസ്സിലോട്ട് ഓടിപ്പോയി. ഐ ക്രൈഡ് ഓൺ ദ വേ ഹോം അഗെയിൻ. ഞാൻ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് കരഞ്ഞു. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. പക്ഷേ ഈ പ്രാവശ്യം സങ്കടം കൊണ്ടായിരുന്നില്ല, എൻ്റെ സന്തോഷം കാരണം, ഒരുപാട് സന്തോഷം കാരണം എനിക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല. ഐ കുഡ്ന്റ് വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ്പ ആൻഡ് റാൻ സ്ട്രേറ്റ് ടു ദ ഫീൽഡ്. ഈ കാര്യങ്ങൾ മുത്തശ്ശനോട് പറയാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ നേരെ ഫീൽഡിലോട്ട് ഓടിച്ചെന്നു. ഐ ജോയിൻഡ് ഹിം ഇൻ ദ റോ where he was working, and without saying anything I crouched down and started pulling up the weeds with my hands. മുത്തശ്ശൻ ജോലി ചെയ്തിരുന്ന പാടത്തോട്ട് ഓടിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് പാഴ്ചെടികൾ പറിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി. Grandpa worked alongside me for a few minutes and he didn't ask what had happened. കുറേ സമയം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തെങ്കിലും അദ്ദേഹം എന്നോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല എന്ത് സംഭവിച്ചു എന്ന്. After I had a little pile of weeds between the rows, I stood up and faced him. അങ്ങനെ ഒരട്ടി പാഴ്ചെടികൾ പറിച്ച ശേഷം ഞാൻ അദ്ദേഹത്തെ ഫേസ് ചെയ്തു. Principal said he is making an exception for me, Grandpa, and I am getting the jacket after all. That is after I told him what you said. മാർത്ത മുത്തശ്ശനോട് പറഞ്ഞു, മുത്തശ്ശ, ഈ വർഷം ഒരു മാറ്റം വരുത്താമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. എനിക്ക് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കും. മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞതിനെ തുടർന്നാണ് എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കുന്നതെന്ന് മാർത്ത പറഞ്ഞു. Grandpa didn't say anything. He just gave me a patch on the shoulder and a smile. മുത്തശ്ശൻ എൻ്റെ ഷോൾഡറിൽ ചെറുതായിട്ടൊന്ന് തട്ടി അദ്ദേഹം എൻ്റെ അടുത്ത് ചിരിച്ചു. He pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat of his forehead. അദ്ദേഹം തൻ്റെ ബാക്ക് പോക്കറ്റിൽ ഇട്ട് വെച്ചിരുന്ന ചുരുണ്ട ഹാങ്കർചീഫ്, ക്രംപിൾഡായ ഹാങ്കർചീഫ് എടുത്തിട്ട് തൻ്റെ നെറ്റിയിലെ വേർപ്പ് തുടച്ചു. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. നീ വേഗം മുത്തശ്ശിയെ പോയി കാണൂ. രാത്രിത്തേക്കുള്ള അത്താഴത്തിന് ചിലപ്പോൾ മുത്തശ്ശിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ടാവും എന്ന് പറഞ്ഞു. ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രിൻ. ഹി ഡിഡ്ന്റ് ഫൂൾ മീ. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. അദ്ദേഹത്തോട് ഞാൻ പല്ലിളിച്ച് കാണിച്ചു. ഹി ഡിഡ്ന്റ് ഫൂൾ മീ. അദ്ദേഹം എന്നെ കളിയാക്കിയില്ല. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. ഏതോ ഒരു പാട്ട് മൂളിക്കൊണ്ട് ഞാൻ തുള്ളിച്ചാടിയാണ് വീട്ടിലോട്ട് ഓടിപ്പോയത്. ബിക്കോസ് മാർത്ത വാസ് ദാറ്റ് മച്ച് ഹാപ്പി. എല്ലാവർക്കും ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. Take care.